ഹലോ. ഇന്ന് ചെമ്പനീർ പൂവിൻ്റെ എപ്പിസോഡിൽ ശ്രീകാന്തും വർഷയും വീട്ടിലേക്ക് തിരിച്ചു വരാത്തതിൻ്റെ കാരണം ഭക്ഷണം കഴിക്കാതെ പ്രതിഷേധം അറിയിക്കുന്ന നമ്മുടെ ചന്ദ്രമതിയും അതിൻ്റെ പേരിൽ ചന്ദ്രമതിയെ കളിയാക്കുന്ന സച്ചിയെ പറ്റിയുമാണ് പറയുന്നത്. വീഡിയോക്കുള്ളിൽ പോകുന്നതിന് മുമ്പ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ഈ കഥയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ രേവതി ഭക്ഷണമൊക്കെയും ഡൈനിങ് ടേബിളിൽ എടുത്തു വെക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാവരെയും ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി അങ്ങോട്ടേക്ക് വന്ന് രേവതിയോട് പറയുന്നുണ്ട്, രേവതി, നാളത്തേക്ക് 2 കല്യാണമാല ഓർഡറുണ്ട്. അന്നേരം രേവതി പറയുന്നുണ്ട്, ഞാൻ അത് രാത്രി കെട്ടിവെക്കാം, നിങ്ങളത് രാവിലെ എടുത്തു കൊടുത്താൽ മതി. അപ്പോഴേക്കും ഭക്ഷണം കഴിക്കാനായിട്ട് രവിയും ശ്രുതിയും അവളുടെ ഭർത്താവും വന്നിട്ടുണ്ട്. രവി ചോദിക്കുന്നുണ്ട്, ഇതെന്താ നിങ്ങളുടെ അമ്മ ഭക്ഷണം കഴിക്കാൻ വരാത്തത്? അന്നേരം രേവതി പറയുന്നുണ്ട്, ഞാൻ അമ്മയെ വിളിച്ചിരുന്നു, ഭക്ഷണം കഴിക്കാൻ വരാൻ മനസ്സില്ലെന്ന് പറഞ്ഞു. അന്നേരം സച്ചി പറയുന്നുണ്ട്, ഓ അത് ഇവള് വിളിച്ചത് കൊണ്ടായിരിക്കും. പിന്നെ രവി ചന്ദ്രയെ എന്ന് വിളിക്കുന്നുണ്ട്. അത് കേട്ട് ചന്ദ്രമതി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ? അന്നേരം രവി ചോദിക്കുന്നുണ്ട്, രേവതി ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ നീ വരില്ലേ? ആ സമയം ചന്ദ്രമതി പറയുന്നുണ്ട്, ഇവളെന്താ ഈ വീട്ടിലെ യജമാനത്തിയാണോ? ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ ഉടനെ വരാൻ? അപ്പോൾ രവി ചോദിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ തന്നെയല്ലേ അവൾ വിളിച്ചത്, വേറെ ഒന്നിനുമല്ലല്ലോ. അത് കേട്ട് ചന്ദ്രമതി പറയുന്നുണ്ട്, എനിക്ക് ഭക്ഷണം വേണ്ട. അന്നേരം സച്ചി കളിയാക്കി പറയുന്നുണ്ട്, അച്ഛാ, ഈ 2-3 വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ പിറകെ അമ്മമാർ ഭക്ഷണം കഴിക്ക് എന്നും പറഞ്ഞ് പുറകെ നടക്കാറില്ലേ, അതുപോലെ ഇവരുടെ പുറകെ നടക്കണോ? മുൻപൊക്കെ കുഞ്ഞുങ്ങളെ ഒക്കത്തിരുത്തി കാക്കയെ പൂച്ച എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ കയ്യിൽ മൊബൈൽ കൊടുത്താണ് ഭക്ഷണം കൊടുക്കുന്നത്. ഈ കൊച്ചുകുട്ടിക്ക് കയ്യിൽ മൊബൈൽ കൊടുത്താൽ ഭക്ഷണം കഴിക്കുമോ? അന്നേരം രേവതി പറയുന്നുണ്ട്, ചുമ്മാ തിരി സച്ചി ചേട്ടാ. എന്നിട്ട് രവി പിന്നെയും വിളിക്കുന്നുണ്ട്, ചന്ദ്രമതി നീ ഇങ്ങോട്ട് വാ, ഭക്ഷണം കഴിക്ക്. അന്നേരം ചന്ദ്രമതി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞില്ലേ? പിന്നെയും രവി ചോദിക്കുന്നുണ്ട്, ചന്ദ്രേ നിനക്ക് വിശക്കുന്നില്ലേ? അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, വിശപ്പുണ്ടെങ്കിലും എനിക്ക് വേണ്ട, ഞാൻ പട്ടിണി കിടക്കുകയാണ്. അന്നേരം സച്ചി, അച്ഛാ, അമ്മയ്ക്ക് വേണ്ടെങ്കിൽ കഴിക്കണ്ട, നമുക്ക് കഴിക്കാമെന്നും പറഞ്ഞ് ഇരിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ രവി, സച്ചി നീ നിൽക്ക് എന്നും പറഞ്ഞ് ചന്ദ്രമതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നീ ഭക്ഷണം കഴിക്കാത്തത്, എന്താ നിൻ്റെ പ്രശ്നം? അത് കേട്ട് ചന്ദ്രമതി പറയുന്നുണ്ട്, നിങ്ങൾക്കെല്ലാവർക്കും ഭക്ഷണത്തെക്കുറിച്ച് മാത്രമേ വിചാരമുള്ളൂ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അമ്മേ, ഭക്ഷണം കഴിക്കാൻ സമയമായില്ലേ, അപ്പോൾ ഭക്ഷണം കഴിക്കേണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേട്ട് സച്ചി പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞു കൊടുക്കടാ, പാർക്കിൽ പോയിരിക്കുമ്പോൾ കൃത്യസമയത്ത് അലാരം വെച്ച് ഭക്ഷണം കഴിച്ചിട്ടുള്ളവനാ അവൻ, നിങ്ങൾ ഇവനെ കണ്ടുപഠിക്കുക എന്ന് പറയുന്നുണ്ട് സച്ചി ചന്ദ്രമതിയോട്. ഏതായാലും സച്ചിയുടെ കളിയാക്കൽ കേട്ട് ശ്രുതിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. എന്നിട്ട് നീ പോടാ എന്ന് പറയുന്നുണ്ട്. പിന്നെ ശ്രുതിയുടെ വക ശ്രുതിയും പറയുന്നുണ്ട്, ആൻറ്റി ഭക്ഷണം കഴിക്ക്, എനിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല ശ്രുതി എന്ന് പറയുന്നുണ്ട് ചന്ദ്ര. ശ്രീകാന്ത് വീട്ടിലേക്ക് ഇപ്പോഴും തിരികെ വന്നിട്ടില്ല, അതിനെക്കുറിച്ച് ആർക്കും ഒരു ചിന്തയുമില്ല, ഇതുവരെ എൻ്റെ മോനെ ഞാൻ പിരിഞ്ഞിട്ടില്ല. അത് കേട്ട് സച്ചി പറയുന്നുണ്ട്, അല്ല അന്ന് അവൻ പെണ്ണിനെയും കൂട്ടി ഓടിപ്പോയ സമയത്ത് അമ്മ അവനെ പിരിഞ്ഞിരുന്നില്ലേ? പിന്നെ രവി പറയുന്നുണ്ട്, ചന്ദ്ര അവൻ വരുമ്പോൾ വരട്ടെ, നീ ഭക്ഷണം കഴിക്കുക. അപ്പോൾ ചന്ദ്രമതി വാശിയോടെ പറയുന്നുണ്ട്, ഞാൻ ഭക്ഷണം കഴിക്കില്ല, അവൻ ഈ വീട്ടിൽ വന്നാലേ ഞാൻ ഭക്ഷണം കഴിക്കുകയുള്ളൂ, അതുവരെ പച്ച വെള്ളം പോലും എൻ്റെ വായിൽ എത്തില്ല. അത് കേട്ട് സച്ചി പിന്നെയും കളിയാക്കുന്നുണ്ട്, അപ്പോൾ പല്ല് തേച്ചാൽ വായ കഴുകേണ്ടേ, പച്ചവെള്ളം വായിലെത്തിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് വായ കഴുകുക? ഏതായാലും സച്ചിയുടെ കളിയാക്കലൊക്കെ കേട്ട് കൂടുതൽ ദേഷ്യം വരുന്നുണ്ട് ചന്ദ്രമതിക്ക്. എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം, ഒന്നും സംഭവിക്കാത്ത പോലെ ഇവൻ ഇവിടെയുണ്ട്, ഇവന് ചാവി കൊടുക്കുന്നവളും ഇവിടെയുണ്ട്, എൻ്റെ മോൻ മാത്രം മറ്റൊരു വീട്ടിൽ കഴിയുകയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അമ്മേ, നല്ല കാശുള്ള വീട്ടിലാണ് അവൻ കഴിയുന്നത്, അവൻ അവിടെ ജോളിയായിട്ടായിരിക്കും കഴിയുന്നത്, അവന് വേണ്ടി അമ്മ ഭക്ഷണം ഒന്നും കഴിക്കാതിരിക്കണ്ട, വാ അമ്മേ നമുക്ക് ഭക്ഷണം കഴിക്കാം. അന്നേരം ചന്ദ്ര പറയുന്നുണ്ട്, എവിടെ കഴിഞ്ഞാലും പെറ്റമ്മയുടെ കൂടെ കഴിയുന്ന സന്തോഷമൊന്നും കിട്ടുകയില്ല, അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകില്ല, അമ്മയായ എനിക്കേ മനസ്സിലാകൂ. പിന്നെ രേവതിയും പറയുന്നുണ്ട്, അമ്മേ, ശ്രീകാന്ത് ഈ വീട്ടിലെ മകനാ, ഉറപ്പായിട്ടും 2-3 ദിവസം കൊണ്ട് അവൻ ഈ വീട്ടിൽ വരും, അമ്മ പട്ടിണി കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല, പട്ടിണി കിടന്ന് അമ്മ വല്ല അസുഖവും വരുത്തി വയ്ക്കേണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, അങ്ങനെയായാൽ നിനക്ക് നല്ല സന്തോഷമാകും, ചന്ദ്രമതി പട്ടിണി കിടന്ന് മരിച്ചാൽ നീ പടക്കം പൊട്ടി അത് ആഘോഷമാക്കുമല്ലോ, നിന്നെ എനിക്കറിയാം, സ്നേഹം അഭിനയിക്കല്ലേ മോളെ, എല്ലാം നടന്നത് നീ കാരണമാണ്, അവൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നുണ്ട് രവി.
അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, ഇവൾ ഒരുത്തനെ മയക്കി വെച്ചിരിക്കുകയല്ലേ, ഇവളെ എപ്പോഴും തലയണ മന്ത്രം ചൊല്ലിക്കൊടുക്കുകയാ, അതിനനുസരിച്ചല്ലേ ഇവനിപ്പോൾ പെരുമാറുന്നത്. അത് കേട്ട് സച്ചി ചോദിക്കുന്നുണ്ട്, അച്ഛാ എന്താ ഈ തലയണ മന്ത്രം? പിന്നെ രേവതി പറയുന്നുണ്ട്, അമ്മേ ഞാൻ ആരെയും വശീകരിച്ചിട്ടുമില്ല, തലയണ മന്ത്രം ഓതി കൊടുത്തിട്ടുമില്ല, എന്ത് വന്നാലും അത് എൻ്റെ തലയിൽ എടുത്തിടുന്നത്. അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, അയ്യോ പാവം, ഒന്നും അറിയില്ല, ചാവി കൊടുത്തു വിടാൻ മിടുക്കിയാ നീ. അന്ന് ഞാൻ പറഞ്ഞത് ആവശ്യമില്ലാത്തവരൊന്നും മണ്ഡപത്തിലേക്ക് വരണ്ട എന്ന്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഞങ്ങൾക്ക് വരാൻ ഒരു താല്പര്യവുമില്ലായിരുന്നു, പിന്നെ ശ്രീകാന്ത് അച്ഛന് നിർബന്ധിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്, അതുകൊണ്ട് എന്താ, എനിക്ക് നല്ലൊരു ട്രിപ്പ് കിട്ടിയത് പോയി, 2000 രൂപീസ് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, ഓൻ്റെ ഒരു 2000 രൂപ, അതിലും വലുതാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്, മാനവും പോയി, എൻ്റെ മോനും ഇപ്പോൾ വീട്ടിലേക്ക് വന്നില്ല. അന്നേരം സച്ചി പറയുന്നുണ്ട്, അച്ഛാ ശരിക്കും മോൻ വരാത്തതിലല്ല ഇവർക്ക് വിഷമം, ആ പണക്കാരി പെണ്ണ് വരാത്തതിനാലാണ്. അമ്മ ആ പെണ്ണിൻ്റെ കാശ് നോട്ടമിട്ടിരിക്കുന്നുണ്ട് കുറേ ദിവസമായിട്ട്. മലേഷ്യയിൽ നിന്ന് കാശ് വരും എന്ന് കരുതി പൗഡറേട്ടത്തിയുടെ വാലും പിടിച്ച് അമ്മ കുറേ നടന്നു, അവിടുന്ന് ഒരു കോഴിമുട്ട പോലും വന്നില്ല. ഇനി പ്രതീക്ഷ ശ്രീകാന്തിൻ്റെ ഭാര്യയാണ്, അവളുടെ പണമാ, ശ്രീകാന്ത് വന്നില്ലെങ്കിലും ആ പെണ്ണ് വന്നാൽ മതി അമ്മയ്ക്ക്. അപ്പോൾ ചന്ദ്രമതി ദേഷ്യത്തോടെ രവിയേട്ടനോട് പറയുന്നുണ്ട്, ഇവൻ എന്നെ കളിയാക്കി സംസാരിക്കുന്നത് കേട്ടില്ലേ, നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് വേണമെങ്കിലും കരുതിക്കോ, എൻ്റെ മകൻ വരാത്തതിൽ എനിക്ക് എന്തുമാത്രം വിഷമമുണ്ടെന്ന് എനിക്കേ അറിയൂ, നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ കഴിയൂ, എന്നെ വെറുതെ വിട്ടേക്ക്. ഏതായാലും പിന്നെ കാണിക്കുന്നത് ചന്ദ്ര ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് തന്നെ രവിയും ഭക്ഷണം കഴിക്കുന്നില്ല, നീ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ എനിക്കും ഭക്ഷണം വേണ്ട എന്ന് പറയുന്നുണ്ട് രവി. അമ്മായിയമ്മയെ സോപ്പിടാനായി ശ്രുതിയും പറയുന്നുണ്ട്, അമ്മയ്ക്ക് വേണ്ടെങ്കിൽ എനിക്കും ഭക്ഷണം വേണ്ട. അതുമാത്രമല്ല വിശപ്പ് സഹിക്കാൻ കഴിയാത്ത പാവ ശ്രുതിയെയും ഭക്ഷണം കഴിക്കാൻ ശ്രുതി വിടുന്നുമില്ല. പിന്നെ അച്ഛന് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ സച്ചിയും ഭക്ഷണം കഴിക്കില്ല എന്ന് ഉറപ്പാണ്. സച്ചി എന്നിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ പറയണ്ടല്ലോ, രേവതിയും ഭക്ഷണം കഴിച്ചില്ല. ഇതോടെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.